വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പൊട്ടറ്റോ ബ്ലീച്ചിൻ്റെ ഒരു പാക്ക് റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളുടെ കണ്ണിനടിയിലുള്ള കറുപ്പ് മാറാനായിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്ലോ കിട്ടാനൊക്കെ അടിപൊളി ഒരു പാക്കാണിത്. ഇപ്പം മിക്കവരുടെയും ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ്, ബോയ്സ് ആകട്ടെ ഗേൾസ് ആകട്ടെ, കണ്ണിനടിയിലെ കറുപ്പെന്ന് പറയുന്നത്. കൂടുതലായിട്ട് ഇപ്പോൾ ലോക്ക്ഡൗൺ ഡേയ്സിൽ ആകുമ്പോൾ കൂടിയിട്ടുണ്ടാകും. കാരണം നമ്മൾ ഒരുപാട് ഫോൺ നോക്കുകയൊക്കെ ചെയ്യുകയും ഉറക്കക്കുറവുള്ളപ്പോൾ, ഇപ്പോൾ ഉറക്കം പകലൊക്കെ കിടന്ന് ഉറങ്ങുമായിരിക്കും, എന്തെങ്കിലും നമ്മൾ രാത്രിയിലൊക്കെ ആയാലും നമ്മൾ ഒരുപാട് ലേറ്റായി ഫോണൊക്കെ നോക്കി കിടക്കുമ്പോഴൊക്കെ നമ്മുടെ കണ്ണിനടിയിൽ നല്ല കറുപ്പ് വരും. അത് നന്നായിട്ടൊന്ന് കുറയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി റെമഡിയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പം നമുക്ക് ഈ പൊട്ടറ്റോ ബ്ലീച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? വളരെ സിമ്പിളായി പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു റെമഡിയാണിത്. അപ്പം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമുക്ക് പൊട്ടറ്റോ വെച്ചിട്ട് ബ്ലീച്ച് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു പൊട്ടറ്റോ എടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പൊട്ടറ്റോയുടെ ഹാഫ് എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് അത്രയും മതി, നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പീൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇത് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കട്ടെ. വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്ത് കേട്ടോ. അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഇതിൽ ഇങ്ങനെ നമ്മുടെ ഇങ്ങനത്തെ ഇതൊക്കെ കിട്ടുമല്ലോ, അപ്പം അതിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്തെടുക്കുവാണ്. അതായത് ഇങ്ങനെ എന്താ പറയുക, ഉരച്ചെടുക്കുക. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പീസസ് ആക്കി ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. അപ്പം എനിക്ക് അങ്ങനെ ഇട്ടിട്ട് മിക്സിയിൽ അരിഞ്ഞ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അപ്പം നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്തു. അതല്ല എങ്കിൽ ഇതാണ് എനിക്ക് എപ്പോഴും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് ഞെക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നീര് കിട്ടും. അതെല്ലാം മിക്സിയിൽ അടിച്ചിട്ടായാലും നമുക്ക് അരിച്ചെടുക്കാവേ. ഞാനിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് വരാം. ഓക്കെ, ഞാനിതെല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ജ്യൂസ് വരും കണ്ടോ. ഇങ്ങനെ നമുക്ക് ഇതിന്റെ നീരെടുക്കാവേ. അതല്ല എങ്കിൽ ഈ പൊട്ടറ്റോ നല്ലതായിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് അരച്ചിട്ട് ജ്യൂസാക്കി എടുക്കുകയാണെങ്കിലും ചെയ്യാം. അപ്പം ഞാനിതൊന്ന് നന്നായിട്ട് ജ്യൂസ് എടുത്തിട്ട് കാണിക്കാവേ. എനിക്കപ്പോൾ ഇത്രയും ജ്യൂസാണ് ആ ഒരു കുഞ്ഞി പൊട്ടറ്റയിൽ നിന്ന് കിട്ടിയത് കേട്ടോ. ഇത് മതി നമ്മൾക്ക്, ഇത്രയും മതി നമ്മുടെ ഫേസിലും നെക്കിലും ഇടാനായിട്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കയ്യിലും കാലിലും ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ എടുക്കാം കേട്ടോ. പിന്നെ ഞാനൊരു ഹാഫ് ലെമൺ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ നീര് ജസ്റ്റ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുവാണേ. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേനാണ് കേട്ടോ. എൻ്റെ തേൻ കഴിഞ്ഞിരിക്കുവാണ്. ഒരു 1/2 ടീസ്പൂണോളാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ഇടാൻ യൂസ് ചെയ്യുന്ന ബ്രഷാണ് കേട്ടോ, ഫേസ് പാക്ക്. അപ്പോൾ അത് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. ഓക്കെ, ഇത് നമ്മുടെ ബ്ലീച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കുഞ്ഞു പൊട്ടറ്റോ വെള്ളം എടുത്താൽ മതി കേട്ടോ. കാരണം ഒരുപാട് എടുത്തിട്ട് നമ്മളത് വേസ്റ്റ് ആക്കണ്ട. ഇത് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ലെമൺ ജ്യൂസൊക്കെ എടുക്കുന്നതായതുകൊണ്ട് അപ്പം ഉണ്ടാക്കുന്ന. ഇനി നമ്മൾക്കിത് നമ്മുടെ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ സ്കിന്നിൽ എന്തെങ്കിലും മേക്കപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. കണ്ണിനടിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ പൊട്ടറ്റോ എല്ലാവർക്കും അറിയാലോ അല്ലേ, വൈറ്റമിൻ സിയും B6ഉം പൊട്ടാസ്യം എല്ലാം അടങ്ങിയ പൊട്ടറ്റോ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. നമ്മുടെ
സ്കിൻ ബ്രൈറ്റൻ ആക്കാനായിട്ട് ഒരു സംശയം വേണ്ട. അതുപോലെ അടിപൊളിയായിട്ടുള്ളൊരു റെമഡിയാണ്. പക്ഷേ എല്ലാവർക്കും ഒരു മടിയാണ് ജ്യൂസ് ഒക്കെ എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ വീഡിയോ കാണിച്ചില്ല. അതുപോലെ നമ്മളുടെ നമ്മളൊന്ന് ജസ്റ്റ് അങ്ങനെ ആക്കി എടുത്തിട്ട്, അല്ലെങ്കിൽ ഇത് ജ്യൂസ് എടുക്കാനായിട്ട് ഇപ്പോൾ പീസാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് എടുക്കാം. പക്ഷേ അത് അത്ര നന്നായിട്ട് അരഞ്ഞു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലും നല്ലത് ഞാനിപ്പോൾ കാണിച്ച ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഈ പൊട്ടറ്റോ നല്ലൊരു ആസ്ട്രജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും കേട്ടോ. നമ്മുടെ സ്കിന്നിലുള്ള ചെളികളെല്ലാം നമ്മൾക്ക് സാധാരണ നമ്മളൊരു നോർമൽ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്താൽ പോകാത്ത ആ ചെളികളെല്ലാം മാറ്റിയെടുക്കാനായിട്ട് നല്ലതാണ്. നല്ലൊരു ക്ലെൻസർ കൂടിയാണ് ഈ പൊട്ടറ്റോ എന്ന് പറയുന്ന സാധനം. അപ്പം നമ്മൾക്കിത് ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 2-3 തവണ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വലിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾക്ക് നെക്സ്റ്റ് കോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഉണങ്ങുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 5 to 7 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് കോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണേ. ഓക്കെ, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 to 10 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് വലിഞ്ഞു ഉണങ്ങും. അപ്പോൾ ആ വലിഞ്ഞുണങ്ങി വരുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ സ്കിന്നിലേക്ക് നോക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കാണാം. ഭയങ്കര രസമായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെളുത്തുള്ളതെന്ന് തോന്നും. പക്ഷേ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇച്ചിരി കുറയും കേട്ടോ. പക്ഷേ ഇത് ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് നിൽക്കും. പക്ഷേ ഇത് റെഗുലറായിട്ട് ചെയ്യണം. വീക്കിലി ഒരു 3 to 4 ടൈംസ് ഒക്കെ ചെയ്യണം. ഡെയിലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പറ്റുന്ന പോലെ 3 ടൈംസ് ഒക്കെ മതി. വീക്കിലി ചെയ്താൽ മതി. അപ്പം നല്ലതായിട്ട് ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു 1 വീക്കൊക്കെ കഴിയുമ്പോഴത്തേനും നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കറിവേക്കാൻ മേടിക്കുന്ന പൊട്ടറ്റയിൽ നിന്ന് കറിവേക്കാൻ എടുക്കുമ്പോൾ ഒരു പീസ് എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് ഞാൻ പറഞ്ഞ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. നിങ്ങൾ കറി വെക്കാൻ എടുക്കുമ്പോൾ ചെയ്താൽ മതി. അല്ലാതെ ഇത് എടുത്ത് സ്കിന്നിലൊക്കെ ഇടാനാകുമ്പോൾ ചിലപ്പോൾ അമ്മമാരൊക്കെ ഓടിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ കളയണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂലേ? ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് എന്നോട് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പം താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ വരും. വെണ്മാന്ന് എഴുതിയിട്ട് സബ്സ്ക്രൈബ് എന്ന് കാണും. ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ആ സ്ക്രീൻ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സബ്സ്ക്രൈബ് റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നോട്ടിഫിക്കേഷൻ കിട്ടി കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യില്ലേ? അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.